നമ്മൾ ഈ പ്രശ്നം തീർക്കാൻ പോകുന്നത് ഓക്കെ വൺസ് ആൻഡ് ഫോർ ഓൾ. ഇതിപ്പോ എത്ര ദിവസമായി? 3-ാമത്തെ ദിവസമല്ലേ ഇത്? 3 ദിവസമായിട്ട് നമ്മൾ ഇവന്റെ പേര് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാം. എന്തിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞുതരാം. നീ എന്തായാലും ഈ ഷാജാൻ എന്താ സംഭവം? ഷാജാന് ഇവിടെ തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയോ എടപ്പള്ളിയോ അങ്ങനെ എവിടെയോ റൂം എടുത്തിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായി? നാളെ ഇനോഗ്രേഷന് നമ്മൾ പോകുന്ന ഇനോഗ്രേഷന്റെ സ്ഥലത്തേക്ക് വരാനാണ് പ്ലാന്. അടൂര് ഇനോഗ്രേഷന്റെ വരാനാണ് പ്ലാൻ. ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഇവിടെ എടപ്പള്ളിയിൽ റൂം എടുത്ത് നിൽക്കുന്നുണ്ട്. ആടുന്ന് ഇവിടത്തേക്ക് വരാൻ 10 മിനിറ്റ് വേണ്ട. ഓക്കെ, 10 മിനിറ്റ് വേണ്ട. ഞാൻ പറയുന്നത് ആളില്ലാത്ത നേരത്ത് ഇവിടെ വന്നിട്ട് നീലക്കുയിലിനെയും കൊണ്ടുവന്നിട്ട് പാവാടൻ്റെ ഉള്ളിൽ സൂം ചെയ്യുന്ന ടീമിനെയും കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് പോയ ടീമാണ്. ഓക്കെ, ഞാൻ അവനോട് പറഞ്ഞില്ല. ഞാൻ ലാസ്റ്റ് എന്താ ഷാജാനോട് പറഞ്ഞായിരുന്നു ലൈവിൽ സംസാരിക്കാം, ലൈവിൽ കാണാം. ഞാൻ എൻ്റെ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂവും ഞാൻ പുറത്ത് വെറുതെ നീലക്കുയിലിന് ആടി കഴിയുമ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ ലൈവിൽ തീർക്കണം. എനിക്ക് കണ്ടന്റ് വേണം. മനസ്സിലാവും? ഇവനെ ഞാൻ തല്ലുന്നുണ്ടെങ്കിൽ അത് ലൈവിലായിരിക്കണം. മനസ്സിലാവും? ഞാൻ തല്ലൂല, അത് വേറെ കാര്യം. ഞാൻ ചെയ്യിപ്പിച്ചോളാം, അത് വേറെ കാര്യം. പിന്നെ വേറെ ഗസ്റ്റ് ഉണ്ട് നമ്മളെ ഷാജാൻ ഇന്ന് രാവിലെ മൊത്തം വന്നിട്ട് പുറത്ത് നായി ഇരിക്കുന്ന പോലെ പുറത്തിങ്ങനെ കാത്തിരുന്നിട്ടുണ്ട്. മനസ്സിലാ? ഒരു 5 മിനിറ്റ് 4-5 മിനിറ്റ് കറക്റ്റ് ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു 6 മിനിറ്റാണ് ഇവനോട് ഉണ്ടായത്. മൊത്തം വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കയറുന്നതാണെങ്കിൽ ഒരു 3 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, മൊത്തം വണ്ടി വരുന്നതും പോകുന്നതനുസരിച്ച് അടക്കം 6 മിനിറ്റാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ ഞാൻ ഫ്ലാറ്റിൽ കടന്ന് ഉറങ്ങുന്നത്. റാംബോ മുനുവും ജിമ്മില്, ഷമീർ കടന്നുറങ്ങുന്നത്. പിന്നെ ബാക്കി എണീച്ചിട്ടുണ്ടായത് ആരാ? ജാസിയും അഖിലും ആദിലും വന്ന് ഇവിടെ ചെറിയ 18 വയസ്സാത്ത പിള്ളേരുണ്ട്. ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോയിന്. ആളില്ലാത്ത നേരത്ത് നമ്മള് ഇവിടെ ഉടമസ്ഥന്മാരില്ലാത്ത നേരത്ത് ഇവിടെ മറ്റേ ഉണ്ടാക്കാൻ വന്നത്. അല്ല, ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര സമയം? 5 മിനിറ്റ് ആയി. ലൈവ് നീ കണ്ടോണ്ടിരിക്കല്ലേ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇന്ന് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യം, അത്രയും സംഭവ ബഹുലമായ കാര്യങ്ങളാണ്. പോലീസ് അടക്കം. ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഈ സംഭവം നടന്നതിന് ശേഷം, ഈ വീഡിയോ ഇട്ടതിന് ശേഷം കൊച്ചി നിനക്ക് വരാത്ത കോളുകളില്ല. മനസ്സിലായി? കൊച്ചിയില് ഈ വീട്ടിലേക്ക് ഇന്ന് കാല് കുത്താത്ത ആൾക്കാരില്ല. കൊച്ചിയിലെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഏതെല്ലാം വണ്ടികൾ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ പോലീസ് വന്നു. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ അത്രയും ആൾക്കാർ ഇവിടെ ഗുണ്ടകളും ഇതുമെല്ലാം ഇവിടെ വന്ന് കയറി നിറങ്ങിയിട്ട് ആൾക്കാർ ആരോ വിളിച്ചിട്ട് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വന്നു. ഇവിടെ എന്താ കലാപം നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള അവർക്ക് ആ ഒരു സാധനം കിട്ടിയിട്ട് ഇവർ പോലീസ് വന്ന്. ഞാൻ ഒരു സാറെ നമ്മൾ ഇതാക്കാനൊന്നും നിന്നിട്ടില്ല. ഭവനവേദനവും പിന്നെ വധഭീഷണിയായിട്ട് ടീം വരുവാണെങ്കിൽ നമ്മൾ സെൽഫ് ഡിഫൻസ് അടിക്കും. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പോലീസുകാർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ട് വെല്ലുവിളിച്ച് പ്രൊവോക്ക് ചെയ്തിട്ട് ഇതാക്കിയ നമ്മളെ പേരിലും കൂടി കേസാവും. ഓക്കെ, അപ്പൊ നമ്മളായിട്ട് വാടാ പന്നി ഇതാക്കടാന്നുള്ള പറയുന്നില്ല. കാണുന്നുണ്ടല്ലോ, നീ ലൈവ് കാണുന്നുണ്ടല്ലോ ഷാജാനെ. ഇവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ ഉണ്ട്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഇന്ന് മോനെ ഞാൻ CCTV കാണിച്ചത്. ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ ഇവിടെ കൊച്ചിയിൽ അരക്കില്ലാത്ത ഇതില്ല. ഞാൻ കാര്യം ഇവർക്ക് എന്നാ മനസ്സിലാവും. അല്ല, പോലീസ് ഇവിടെ എന്താ അന്വേഷിക്കാൻ വന്ന കാരണം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അല്ല വേറൊരു സീനുണ്ട്. ഇവരൊന്നും ഒരു മിനിറ്റ് ഞാൻ ആദ്യം ഇവര് വന്ന സീൻ കാണിച്ചാ നിക്ക്. ഇവര് 5 മിനിറ്റ് വന്നിട്ട് അതും രാവിലെ 6:30 വന്നിട്ട് എല്ലാരും ഉറങ്ങുന്ന പറ്റും. ഷമീർ ഉറങ്ങുന്ന, ഇവര് ജിമ്മിന് പോകുന്നു. ഞാൻ ഇല്ലാത്ത നേരത്തെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോയി. അതായത് വണ്ടി തിരിച്ചു വെച്ചിന്. ഇവരെന്താ ചെയ്താരോ? വണ്ടി തിരിച്ചു വെച്ച്, അഥവാ ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പൊ തന്നെ ഓടാൻ വേണ്ടി വണ്ടി തിരിച്ചു വെച്ചിന്. ഓക്കെ, അതാണ് അവസ്ഥ. നിക്ക്, ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ഇവിടെ വന്നിട്ട് ഗേറ്റിന്റെ പുറത്ത് നിന്ന് നായി വരക്കുന്ന പോലെ ശരിക്കും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിനെങ്കിൽ അത് തിന്നിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. കാര്യം അതുകൊണ്ടായിരുന്നു അതിനെയും നോത്തറി പോയി. ഓക്കെ, രാവിലെ ഒരു മിനിറ്റ്. എത്ര മണിയാ? എത്ര മണി കറക്റ്റ്? അവർ എത്ര മണിക്ക് വന്നത്? 7:30 കേട്ടോ.
ഈ ലോകത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ നരമ്പന്മാർ. കറക്റ്റ് 10:30 മണിയാകുമ്പോ ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇവിടെ വരുമ്പേക്ക് ഇവിടെ ഒരു വീഡിയോ ആടെ അവർ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വീടിന്റെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, കൊറേ ഒരു മൈൽ അപ്പുറം. ഓക്കെ ഗൈസ്, പുറത്ത് ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നിട്ട് കൊണച്ചിട്ട് പോയി. ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നിട്ട് കൊണച്ചിട്ട് പോയി. മനസ്സിലാവും? ഇവിടെ മറ്റേ പാസിംഗ് പാച്ച് പോയി. ഓനോടെ ഗസ്റ്റ് ആയിട്ട് വന്ന ഇവിടെ നിൽക്കാൻ വന്ന ഓനോട് എന്തോ കൊണച്ചിട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കുശലം പറഞ്ഞിട്ട് ഇവര് പോയി. എന്നാ പിന്നെ അവിടെ നിൽക്കുക, എന്നാ പിന്നെ വെയിറ്റ് ചെയ്യുക. ഈ 5 മിനിറ്റ് ഇവർ ഇവിടെ നിന്നിട്ട് ഇവര് പോയി. പിന്നെ ഇവരില്ല. വീഡിയോ എടുത്ത് കണ്ടന്റ് ആയതോടുകൂടി ഇവര് പോയി. പിന്നെ ഇവിടെ നടന്നെന്ന് വെച്ചാൽ ഇവിടെ വരാത്ത വണ്ടികളില്ല. ഇവിടെ വന്ന വണ്ടികൾ, ചില വണ്ടികൾ കാണിക്കാ. പോലീസ് വന്നിരുന്നുണ്ടോ? പോലീസ് വന്നതുണ്ടോ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? പോലീസ് വന്നതുണ്ടോ? പിന്നെ അതിന് മുന്നേ ഇവിടെ വന്ന വണ്ടികൾ ഇതൊന്നും കാണിക്കാൻ പറ്റുന്നത്. ഇവിടെ വന്ന ടീംസ് എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ് കാണിക്കാൻ പറ്റുന്നവരെ മാത്രമേ ഞാൻ കാണിക്കാം. 4 വണ്ടിയുണ്ട്. സെബിച്ചനെല്ലാം കടിച്ച് കീറാൻ നിൽക്കുന്ന കാര്യം പറയാല. ഇത് കൊറേ അനീഷ് ഏട്ടന്റെ ടീം, കാങ്ങലത്തെ ടീം, വെടിമറ ടീം, പറവൂർ ടീം, ഈ കൊച്ചിയിലുള്ള എല്ലാ ടീമുകളും ഇവിടെ വന്നിന്. ഓൾമോസ്റ്റ് എല്ലാ ടീമൊന്നും അറിയില്ല, ഏകദേശം അത്രയും ആൾക്കാർ ഇവിടെ വന്നിന്. മനസ്സിലാവും? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷാജാനിന് ജീവിതത്തില് ഈന്റെ പടി കടക്കും എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നോ ഷാജാൻ? ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഞാൻ ഈ ലൈവിന്റെ ടൈമാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഞാൻ ലൈവിന്റെ ടൈമാണ് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. മനസ്സിലാവും? പിന്നെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ ഇവർ പുറത്ത് മോണിറ്റർ ചെയ്ത് നിന്ന് എല്ലാവരും പോകുന്ന ജിമ്മിനും അതിനും പോകുന്ന സമയം വന്നിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പോകുന്നത് പറഞ്ഞാൽ അത് ശരിയല്ല. ഈ സമയത്ത് നമ്മൾ ലൈവ് ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉള്ള ടൈം, മനസ്സിലാവും? ആണുങ്ങളുള്ള ടൈം വന്നിട്ട് മുട്ട്. അല്ലാണ്ട് അല്ല, ഞാൻ ഒരിക്കലും ഇവിടെ വെല്ലുവിളിക്കുന്നത് എന്നോട് സ്റ്റേഷനിൽ പ്രത്യേകം പറഞ്ഞത്, വെല്ലുവിളിച്ച് വരുത്തിയിട്ട് നമ്മളവരെ തല്ലിയാൽ നമ്മളവരിൽ കേസാവും. അല്ലാണ്ട് അവരിങ്ങോട്ട് വന്ന് ഭവനവേദന നടത്തിയാൽ തല്ലി പൊളിക്കാൻ വരാം. മനസ്സിലാവും? വെല്ലുവിളിയൊന്നുമില്ല. നമ്മളിവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേസ് 50K വാച്ചിങ്, ലെറ്റ്സ് ഗോ. എടാ സ്ക്രിപ്റ്റ് ഒന്നല്ല, ഞാൻ ഒരു കാര്യം പറ്റും, ഇത് സ്ക്രിപ്റ്റ് ഒന്നല്ല. കുറച്ച് PR ടീമിനെ ഇന്ന് ഇറക്കിയിട്ടുണ്ടല്ലേ പുറത്തുനിന്ന്, പാൽക്കുപ്പി ഇട്ടോണ്ടിരിക്കണ കുറച്ച് PR ടീം. അത് നോക്കണ്ട. അത് ഇവര് കറക്റ്റ് ആണ്. അതെല്ലാം ഞാൻ അറിഞ്ഞിന്, നീലക്കോയിലും ഇവരെ കറക്റ്റ് മീഡിയ ടീം വെച്ചിട്ട് ഇവര് സംഭവം ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല തന്നെ. പക്ഷെ നേരിട്ട് അതിനുള്ളത് ആയിട്ടില്ല. അല്ല ഒരു മിനിറ്റ് അല്ല, ഈ ചാന്ത് പൊട്ട് ഇന്നിവിടെ ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഉണ്ടായിരുന്നു. ഇവനെ ഗ്യാങ്ങിന്ന് പുറത്താക്കിയാലോ ഞാൻ ആലോചിക്കുന്നു. അവസാനം നോക്കുന്ന സമയത്ത്, ജനലിലൂടെ കൂടി നോക്കുന്ന സമയത്ത് ഇവന് നാണൂല്ലേ? ഈ നാണം കെട്ടവന് ഞാൻ വിചാരിച്ചു ഇവന് ഉറങ്ങാന്ന ഞാൻ വിചാരിച്ചത്. ഇവന് ഉറങ്ങുന്നതായിരുന്നില്ലേ? ഇവൻ ജനലിൽ കൂടെ നോക്കുക. നീ ചാന്ത് പൊട്ട് ഗേ ജാസി, ഈ നാണം കെട്ടവൻ ഇവനെ ഗ്യാങ്ങിന്ന് പുറത്താക്കിയാലോ എന്ത് പറയുന്നത്? ഗ്യാങ്ങിന് നാണക്കേട് ഉണ്ടാക്കാൻ പറ്റി കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ? ഞാൻ നോക്കുമ്പോ താറ് തിരിച്ചു പോയെന്ന്. നമ്മള് ക്യാമറ നോക്കിയപ്പോ നമ്മൾ എന്താ കണ്ട? വണ്ടി നേരെ വരുന്നു, റിവേഴ്സ് എടുക്കുന്നു, എളുപ്പത്തിലിടുന്നു. എളുപ്പത്തിൽ വണ്ടി തിരിച്ചിടുന്നു. ഉടനെ നീലക്കൂതി ഇറങ്ങുന്നു, കുറച്ച് വീഡിയോ എടുക്കുന്നു. ഇവ പെട്ടെന്ന് മൊത്തം ഒരു 6 മിനിറ്റ് മോനെ. ജിമ്മിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവന്മാർ ആരും ഇവിടെ ഇല്ല. പയ്യന്മാർ വിളിച്ച് ജിമ്മിന്ന് എത്തിയപ്പോ ഇവന്മാർ ആരും ഇല്ല. അല്ല, ഇവന്മാരെ പേടിച്ച് വീട്ടിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ ആർക്കും ഇല്ല. എന്റെ തൊപ്പിനെ തൊട്ടാൽ ഞാൻ ഇറങ്ങുന്ന കാര്യം ഈ ഏറ്റവും മെയിൻ എന്റെ പേടി എന്താ അറിയോ? ഇവന്മാരെന്ന് പറഞ്ഞാൽ കളവന്മാരെ 2 വന്നിട്ടുള്ളത്. മനസ്സിലാവും? ഒരു 10 മീഡിയക്കാരും അതൊന്നും ക്യാമറയില്ലല്ലേ, മീഡിയക്കാർ തല കാണിക്കൂല. ഒരു 10 മീഡിയക്കാരും അതായത് ഒരു 10 മീഡിയക്കാരോ ഇവർ 2 കളവന്മാരോ വന്നത്. മനസ്സിലാ? ഈ 2 കളവന്മാരെന്ന് പറഞ്ഞാൽ ഒരു അടിക്ക് ചിലപ്പോൾ കാഞ്ഞു പോയി കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഇവിടെയുള്ള നമുക്ക് സപ്പോർട്ട് വരുന്ന ഏതെങ്കിലും ടീം ഒന്നും വേണ്ട, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആരെങ്കിലും നമ്മളെ സപ്പോർട്ടിങ് ചെയ്യുന്ന ആരെങ്കിലും വന്നിട്ട് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇവനായിട്ട് കാഞ്ഞു പോയില്ലെങ്കിൽ നമ്മളെ തലയിലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കാര്യം പറയാല. ഇതെന്ന് വെച്ചാൽ ഏറ്റവും ഞാനിത് തെറി വിളിക്കാൻ ഞങ്ങൾക്ക് ഉണ്ട്, ഞാൻ തെറി വിളിക്കുന്നില്ല.
ഇവന്മാർ ഈ പെണ്ണുങ്ങളെ സ്വഭാവം ഇവൻ ട്രാൻസ് ആണെന്ന് സംശയമുണ്ട്. ഇവൻ ട്രാൻസ് ആണ്. ഞാൻ കാര്യം പറഞ്ഞില്ല, ഇവര് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുഞ്ഞാനും ഷാജാനും തമ്മിൽ എന്തോ ഒരു ട്രാൻസ് ബന്ധമുണ്ട്. കാര്യം ഇവർ തമ്മിൽ എന്തോ അങ്ങനത്തെ ഒരു ഇതുണ്ട്, മനസ്സിലാവും. അവര് അങ്ങനെ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് അത് എന്തൊരു ആണും പെണ്ണും കെട്ട പരിപാടി അവർ ചെയ്തത്. ഇവന്മാര് പുറത്തെവിടെ ഉണ്ടായിരുന്നോ, നമ്മള് ജിമ്മിൽ പോണത് കണ്ടിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ മുഴുവൻ ജിമ്മിൽ പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കോള് പറഞ്ഞു ഇവന്മാര് പുറത്ത് വന്നു. അവിടെ തിരിച്ചിവിടെ എത്തണ സമയം കൊണ്ട് ഡോഗിനെ കാണിക്കും.